ഡെയിലി ജോബ് അലേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മൊത്തം 5696 ഒഴിവുകളാണുള്ളത്. ഇതിൽ 70 ഒഴിവ് തിരുവനന്തപുരത്താണ്. ITIക്കാർക്കും എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടാകും. അടിസ്ഥാന ശമ്പളമായി പറഞ്ഞിരിക്കുന്നത് 19,900 രൂപയാണ്. ഓരോ സ്ഥലത്തേക്കുമുള്ള കാറ്റഗറി വൈസ് വേക്കൻസീസ് ചുവടെ നൽകിയിരിക്കുന്നു. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായി വിദ്യാഭ്യാസ യോഗ്യതയെ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLCയും ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, മിൽറൈറ്റ് ഓർ മെയിൻ്റനൻസ് മെക്കാനിക്ക്, മെക്കാനിക്ക് റേഡിയോ ഓർ TV, ഇലക്ട്രോണിക് മെക്കാനിക്ക്, മെക്കാനിക്ക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്ക്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക്ക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ട്രേഡുകളിലൊന്നിൽ ITIയും അല്ലെങ്കിൽ 10ാം ക്ലാസ് ഓർ SSLCയും മേൽപ്പറഞ്ഞ ട്രേഡുകളിലൊന്നിൽ ആക്ട് അപ്രന്റീസ്ഷിപ്പും വേണം. അതുമല്ലെങ്കിൽ 10ാം ക്ലാസ് ഓർ SSLCയും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ ത്രിവത്സര ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഡിപ്ലോമയ്ക്ക് പകരം ഇതേ വിഷയങ്ങളിലെ എഞ്ചിനീയറിംഗ് ബിരുദവും പരിഗണിക്കും. ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മികച്ച കാഴ്ചശക്തി ഉണ്ടായിരിക്കണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് വിഷനും നിയർ വിഷനും 6/6 വരണമെന്നാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന ഏജ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC NCL അതായത് നോൺ ക്രിമിലിയർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. പുനർവിവാഹിതരാകാത്ത വിവാഹമോചിതകൾക്കും 5 വർഷത്തെ ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്കും റെയിൽവേയിലെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ജീവനക്കാർക്കും അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കും വയസ്സിളവിന് അർഹതയുണ്ട്. അതായത് ജനറൽ ആൻഡ് EWS കാറ്റഗറിയിലുള്ള ആൾക്കാർ 2/7/1994 ശേഷവും OBC നോൺ ക്രിമിലിയർ കാറ്റഗറിയിലുള്ള ആൾക്കാർ 2/7/1991 ശേഷവും SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാർ 2/7/1989 ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇതിലേക്കായുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് 2 ഘട്ടങ്ങളിലായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും തുടർന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ആയിട്ടാണ് നടത്തുന്നത്. SC/ST, OBC, EWS വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതം സംവരണം ഉണ്ടായിരിക്കും. ഇതിലേക്കുള്ള എക്സാം ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 1ാം ഘട്ടത്തിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്ക്രീനിംഗ് ടെസ്റ്റായിട്ടാണ് നടത്തുക. പരീക്ഷയ്ക്ക് 1 മണിക്കൂറായിരിക്കും സമയം. 75 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ശരിയുത്തരത്തിന് 1 മാർക്ക്, ആകെ 75 മാർക്ക്. തെറ്റുത്തരത്തിന് 1/3 നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും. ജനറൽ EWS വിഭാഗക്കാർക്ക് 40%, OBC NCL വിഭാഗക്കാർക്ക് 30%, SC 30%, ST 25% എന്നിങ്ങനെയാണ് 1ാം ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പാസ്സാവാൻ വേണ്ട മാർക്ക്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുന്നത്. മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് എന്നിവ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇപ്പോൾ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. 2ാം ഘട്ടത്തിലേക്കുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2 പാർട്ടായിട്ടാണ് നടക്കുക. പാർട്ട് A, പാർട്ട് B. 2 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ ചോദ്യങ്ങൾ 175. പാർട്ട് Aയിൽ 90 മിനിറ്റ് 100 ചോദ്യങ്ങളും പാർട്ട് Bയിൽ 60 മിനിറ്റും 75 ചോദ്യങ്ങളുമായിട്ടാണ് ആകെ 2.5 മണിക്കൂർ എക്സാം നടക്കുന്നത്. തെറ്റുത്തരത്തിന് 1/3 നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും. ജനറൽ EWS വിഭാഗക്കാർക്ക് 40%, OBC NCL വിഭാഗക്കാർക്ക് 30%, SC 30%, ST 25% എന്നിങ്ങനെയാണ് 2ാം ഘട്ട പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ട മാർക്ക്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2nd കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ പാർട്ട് Aയിലുള്ള ഡീറ്റെയിൽഡ് സിലബസാണ് വീഡിയോയിൽ നൽകിയിരിക്കുന്നത്.
അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ പാർട്ട് ബിയിലേക്ക് വരുന്ന സമയത്ത് അതൊരു യോഗ്യതാ പരീക്ഷ മാത്രമാണ്. കൂടാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് DGT നിർദ്ദേശിച്ചിട്ടുള്ള വിവിധ ട്രേഡ് സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. കാറ്റഗറി ഓർ കമ്മ്യൂണിറ്റി പരിഗണിക്കാതെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും യോഗ്യതാ ശതമാനം 35% ITI ഓർ ട്രേഡ് അപ്രന്റീസ്ഷിപ്പ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ട്രേഡിൽ നിന്ന് ചോദ്യങ്ങളും ഡിഗ്രി ഡിപ്ലോമ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനു വിരുദ്ധമായി താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ട്രേഡുകളിൽ നിന്നുള്ള ലിസ്റ്റിൽ നിന്നും ഒരു ട്രേഡ് തിരഞ്ഞെടുക്കണം. അടുത്തത് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ തേർഡ് സ്റ്റേജാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. CBT-2ൻ്റെ പാർട്ട് എയിലെ മാർക്കിൻ്റെ അടിസ്ഥാനവും സംവരണവും CBT-2ൻ്റെ പാർട്ട് ബിയിൽ അവർ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അത്തരം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ വിഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പരാജയപ്പെട്ടാൽ ഹാജരാകാൻ അവരെ അനുവദിക്കുന്നതല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരിക്കും. കൂടാതെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമേ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയുള്ളൂ. 70% വെയിറ്റേജ് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ പാർട്ട് എയിൽ ലഭിച്ച മാർക്കിനും 30% വെയിറ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും നൽകും. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വീഡിയോയിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും SC/ST വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മതന്യൂനപക്ഷങ്ങൾക്കും 250 രൂപയും മറ്റുള്ളവർക്ക് 500 രൂപയുമാണ് ഫീസ്. പരീക്ഷ എഴുതുന്ന വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും SC/ST വിഭാഗക്കാർക്കും EBC വിഭാഗക്കാർക്കും പൂർണ്ണമായും മറ്റുള്ളവർക്ക് 400 രൂപയും മടക്കി നൽകും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും RRBയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വീഡിയോയിൽ നൽകിയിരിക്കുന്നു. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 19